ഫിഖ്ഹുൽ ഇസ്ലാമി. എന്താണ് കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തിൻ മിൻഹും ത്വായിഫത്തുൻ ലിയതഫഖഹു ഫിദ്ദീൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരു ഹദീസിൽ പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. പരിശുദ്ധമായ ഖുർആനും തിരു ഹദീസുമാണല്ലോ, തിരു സുന്നത്തുമാണല്ലോ ഇസ്ലാമിലെ പ്രാഥമികമായ റഫറൻസുകൾ. എന്നാൽ ഈ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നിയമങ്ങളെ, ഇസ്ലാമിക വിധിവിലക്കുകളെ എക്സ്ട്രാക്ട് ചെയ്യുക, കണ്ടെത്തുന്നതിനാണ്, ഇതിൽ ഗ്രഹിക്കുന്നതിനാണ് പരിശുദ്ധമായ പാവനമായ അൽ ഫിഖ്ഹുൽ ഇസ്ലാമി എന്ന് ഞാൻ പറയുന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ. അല്ലാഹ് പറയുന്ന ഇതുപോലെയുള്ള വിധിവിലക്കുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഗ്രഹിച്ചുകൊണ്ട് വിധി പറയാത്തവർ കാഫിരീങ്ങളിൽപ്പെട്ടവരാണ് എന്ന്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ ഖുർആനിനും തിരുസുന്നത്തിനും ശേഷം എങ്ങനെ വിധി പറയുമെന്ന് ചോദിച്ചപ്പോൾ അജ്തഹിദു റഈ എന്ന് പറഞ്ഞതും അതും പരിശുദ്ധമായ പാവനമായ ഫിഖ്ഹിന്റെ പ്രാധാന്യത്തെയാണ് കാണിച്ചു തരുന്നത്.